ഹായ്, ഇന്ന് നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പം കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നുള്ള എക്സാം ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പഠിക്കാം. ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതും റിലേറ്റഡ് ഫാക്ടുകളും പഠിച്ച് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ, യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ്? ഏതാണ് സർവകലാശാല? അറിയുമോ? വിശ്വഭാരതി സർവകലാശാലയാണ്. അപ്പൊ കുറച്ച് അഡീഷണൽ പോയിന്റ്സും ആഡ് ചെയ്യാം, ബാക്കി ഫുള്ള് ഗ്രൂപ്പിൽ വിട്ടുതരാം. അപ്പൊ ഏതാ ഒന്നാമത്തേത്? വിശ്വഭാരതി സർവകലാശാല 1921 ടാഗോർ ആരംഭിച്ചല്ലേ? SCERT-യിലുള്ളതാ. അതേപോലെ ഇതും റിലേറ്റഡ് ഫാക്ടും സ്ഥിരമാണ്. അപ്പൊ വിശ്വഭാരതി സർവകലാശാല ടാഗോർ 1921. ഇനി ജാമ്യമിലിയ സർവകലാശാലയാണെങ്കിലോ 1920. കേരള സർവകലാശാല 1937. റീനെയിം ചെയ്തത് 54-ലുമാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തു വെച്ചോണം. ഇനി JC ഡാനിയൽ പുരസ്കാരം ലഭ്യമായത്, ഓക്കെ, ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഈ കൂട്ടത്തിൽ ആർക്കാണ്? TE വാസുദേവനാണ്. ഓക്കെ, TE വാസുദേവനാണ് ആദ്യം ഇത് ലഭിച്ചത്, JC ഡാനിയൽ. എന്നാൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് 2022 കിട്ടിയത് ആർക്കാണ്? TV ചന്ദ്രനാണ്. അത് ഓർത്തു വെച്ചോണം. ഓക്കെ, TV ചന്ദ്രൻ ഇമ്പോർട്ടന്റ് ആണ്. JC ഡാനിയൽ പുരസ്കാരം ബൈഹാർട്ട് ചെയ്തോണം, മറക്കരുത്. JC ഡാനിയൽ ബൈഹാർട്ട് ചെയ്തു പോകണം. ഇനി വരുന്ന എക്സാംസിന് ഇതൊന്നും ചോദ്യം ഉണ്ടാവും. അപ്പം ആദ്യത്തേത് TE വാസുദേവൻ, 2022 കിട്ടിയത് ആർക്കാ? TV ചന്ദ്രൻ ആണെന്നും ഓർത്തോണം. ഇനി കോമൺവെൽത്ത് ഗെയിംസ് ആദ്യം നടന്നത് എവിടെയാണ്? ഈ കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാ? ഹാമിൽട്ടൺ ആണെന്ന് ഓർത്തോണം. ഓക്കെ, ഹാമിൽട്ടൺ. ഇത് ഇനി ഒരു തവണ നിങ്ങൾ കേട്ടാൽ മതി, മറക്കത്തില്ല. കോമൺവെൽത്ത്, കോമൺ ആയിട്ട് നമുക്ക് വെൽത്ത് കളക്ട് ചെയ്താലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡൺ എന്ന് പറയത്തില്ലേ? അത് ഓർത്താൽ മതി. അപ്പൊ കോമൺ ആയിട്ട് വെൽത്ത് ഡൺ. ഓക്കെ, കോമൺ ആയിട്ട് വെൽത്ത് കൂട്ടിയാലോ, അപ്പൊ ഡൺ പറയും. അപ്പൊ ഹാമിൽട്ടൺ. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് ഹാമിൽട്ടൺ ആണെന്ന് ബൈഹാർട്ട് ചെയ്തത്. കോമൺ ആയിട്ട് വെൽത്ത് നേടാം, ഡൺ, ഹാമിൽട്ടൺ ആണ് ആദ്യം. ഓക്കെ, അടുത്തത് ഹാങ്ചോ. ഓക്കെ, ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡലാണ് ലഭിച്ചത്? എത്ര മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത്? 107. ഓക്കെ, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? അപ്പൊ ഇത് ഇഷ്ടം പോലെ നമ്മൾ പറഞ്ഞ റിലേറ്റഡ് ആയിട്ട് ഉള്ള ഫാക്റ്റും പറഞ്ഞത് അത് ചോദിക്കും, ചോദിച്ചുകൊണ്ടേ ഇരിക്കുമെന്നും നേരിട്ട് ഇവിടെ വന്നു. അപ്പം BVR സുബ്രഹ്മണ്യമാണ്. CEO സൂപ്ര, CEO സൂപ്ര, CEO സൂപ്ര എന്നൊരു 10 തവണ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബൈഹാർട്ട് ആവും. ഒത്തിരി പേർക്ക് ഈ ക്ലാസ് കാണുന്നവർക്ക് അറിയാം നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ BVR സുബ്രഹ്മണ്യം CEO സൂപ്പർ ആണ്. ഓക്കെ, CEO സൂപ്പർ ആണ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം കൂടെ വരും. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതായി ഇത് വന്നു. അതേപോലെ അടുത്തത് വരാൻ പോകുന്നത് വൈസ് ചെയർമാൻ ആരാണ്? ഓക്കെ, അപ്പൊ ഈ നീതി ആയോഗിന്റെ വൈസ് ചെയർമാനെ കൂടെ ചോദിക്കാറുണ്ട്. ഓക്കെ, അതാരാന്ന് നോക്കിയാലോ? ചെയർമാൻ എന്ന് പറയുമ്പോഴേ വൈസ് ചെയർമാൻ ആണ് ചെയർമാൻ സുമാൻ. ഓക്കെ, ചെയർമാൻ സുമാൻ. അപ്പൊ രണ്ടിടത്തും മാൻ വന്നല്ലോ, കണക്ട് ചെയ്തോളൂ. CEO സുബ്രഹ്മണ്യമാണ്. CEO സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ റിപ്പീറ്റഡ് ചോദ്യം. ചെയർമാൻ സുമാൻ, ചെയർമാൻ സുമാൻ ബെറിയാണ്. ഓക്കെ, ചെയർമാൻ സുമാൻ, മാൻ മാൻ. നീതി ആയോഗ് കണക്ട് ചെയ്തോണേ, മറക്കല്ല. CEO BVR സുബ്രഹ്മണ്യം. ചെയർമാൻ ആണെങ്കിൽ വൈസ് ചെയർമാൻ ആണ്. ചെയർമാൻ ആരാ? പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, വൈസ് ചെയർമാന്റെ കാര്യം നമ്മൾ പറയുന്നത് വൈസ് ചെയർമാൻ സുമാൻ ആണ്, സുമാൻ ബെറി. ഓക്കെ, അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനം. 1929 ചോദിക്കാത്ത എക്സാമുകൾ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം 29 ലാഹോർ സമ്മേളനത്തെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഈ കൂട്ടത്തിൽ ഏതാ? നമുക്ക് നോക്കിയാലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് അല്ലെ? 29 ഡിക്ലറേഷൻ. ഓക്കെ, ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു ഇല്ലേ? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങുന്നത് 1929 സമ്മേളനത്തിലാണ് പറയുന്നത്, ആണല്ലോ. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആയിരുന്നു? അല്ല, അപ്പോഴേ അത് തെറ്റാണ്. ഓക്കെ, അപ്പം സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അവിടെ, നെഹ്റു ആയിരുന്നു. റിപ്പീറ്റഡ് ചോദ്യം. അപ്പൊ മൂന്നാമത്തത് തെറ്റാ. വേണേ 3 ക്യാൻസൽ ചെയ്താൽ തന്നെ ഇത് 2 പോകും. അപ്പോഴും ശരി 1, 2. ഓക്കെ, ക്യാൻസൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇനി തെറ്റായ ജോഡി കണ്ടെത്തുക. നോക്കാം, തെറ്റായിട്ടുള്ളതാ ഇവിടെ വേണ്ടത്. അപ്പോ ആദ്യത്തെ അഭിനവ് ഭാരത് സൊസൈറ്റി. അഭിനവ് ഭാരത് സൊസൈറ്റി BD സവർക്കർ ആണ്. ഓർത്തു വെക്കോ, അഭിനവ് ഭാരത് സൊസൈറ്റി BD സവർക്കർ. 1904 ഇത് BD സവർക്കർ സ്ഥാപിച്ചത്. അഭിനവ് ഭാരത് സൊസൈറ്റി BD സവർക്കർ. ഓക്കെ ആണോ? ശരി. അടുത്ത ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാല അല്ലെ? 1913 സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഗദ്ദാർ ഹർദയാൽ, ഗദ്ദാർ ഹർദയാൽ. റിപ്പീറ്റഡ് ആയതെല്ലാം കേട്ടോ. ഇനി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ ആണ്. ഓക്കെ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി 1930 സൂര്യ സെൻ ആണ്. ഓർത്തു, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. എന്നാൽ ഫോർവേഡ് ബ്ലോക്ക് ആരാ സ്ഥാപിച്ചെന്ന് റിപ്പീറ്റഡ് ചോദ്യം സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് അനുശീലൻ സമിതിയുടേതാണ്. അനുശീലൻ സമിതി നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള
അനുശീലൻ, അനുസരണ ഭയങ്കരമാണ് അല്ലെ. ഇങ്ങ് വരി എന്ന് പറഞ്ഞാൽ ഇങ്ങ് വരും. അനുസരണ ഭയങ്കരമാണ്, ഇങ്ങ് വരി എന്ന് പറഞ്ഞാൽ ഇങ്ങ് വരും അല്ലെ. അനുശീലൻ സമിതി ബരീന്ദ്രകുമാറാണ്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചോണേ. ബരീന്ദ്ര ഇത് ഓർത്ത് വെച്ചോളി. അനുസരണ ഭയങ്കര കൂടുതൽ. ഇങ്ങ് വരി എന്ന് പറഞ്ഞാൽ അപ്പോഴേ വരും, അനുസരണ കൂടുതലാ. ഇത് ഓർത്ത് വെച്ചാൽ ഇതിന് നിങ്ങൾ മറക്കത്തില്ല. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഓർത്തോണം. ഓക്കെ ആണല്ലോ, ഇത്രയും സെറ്റ് അല്ലേ. ഇനി ചന്ദ്രശേഖർ ആസാദും പിന്നെ ഭഗത് സിംഗും കൂടെ ചേർന്നാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ, HRA. പിന്നീട് അതെന്തായി, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ആയി മാറി. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെച്ചോണം, ബൈ ഹാർട്ട് ആക്കണം, മറക്കരുത്, കളയരുത്. ഓക്കെ, ഇനി ശ്വാസത ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇത് നല്ലൊരു ഡിഫറെന്റ് ചോദ്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ഇത് ആഡ് ചെയ്തോണേ. അപ്പൊ നോക്കാം. ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. ഓക്കെ, ശരിയാണോ? സെമീന്ദാർ ആയിരുന്നു, ജമീന്ദാർമാരായിരുന്നു അല്ലെ. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്തായിരുന്നു ഇത് അല്ലെ. അപ്പൊ അതും സെറ്റ്, നമുക്ക് 1, 3 ആദ്യമേ കിട്ടി. ഇനി നോക്കാം, ഈ വ്യവസ്ഥയിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലായിരുന്നു അല്ല. നമ്മൾ SCR ടെക്സ്റ്റിൽ എടുത്തു പഠിക്കുന്നത് അല്ലെ. ഇത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ അല്ലായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. അപ്പൊ ഒന്നാമത്തെ സംഭവം ഇവിടെ ചോദിക്കുന്നത് ശരിയായ പ്രസ്താവന ആയതുകൊണ്ട് ടിക്ക് കൊടുക്കണം. തെറ്റൊരെണ്ണം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ രണ്ടുള്ളതെല്ലാം ക്യാൻസൽ ചെയ്താൽ തന്നെ 2 എണ്ണം പോയി. ഇത് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡ് വഴി നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടും കേട്ടോ. അപ്പൊ 1, 3 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സ്റ്റാർ ചോദ്യം. അടുത്തതിലോട്ട് പോവാം. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറി കൂട്ടത്തിൽ ആരാ? ഹീരാലാൽ സമരി കേട്ടോ. അല്ല, ഹീരാലാൽ സമരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ആരാണ്? ഹീരാലാൽ സമരിയാണ്. ഓക്കെ അല്ലെ. എന്നാൽ ഫസ്റ്റ് ആരായിരുന്നു? വജാഹത്ത് അല്ലെ. വജാഹത്ത് ഹബീബുള്ളയായിരുന്നു ഫസ്റ്റ്. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം അടുത്തത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ, ഇതിന്റെ ഒപ്പം സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ആദ്യത്തെ കമ്മീഷണർ ആരായിരുന്നു? അറിയാമോ? രംഗനാഥ മിശ്ര. എന്നാൽ നിലവിലെ ആരാ? അരുൺ കുമാർ മിശ്ര. ഓക്കെ, അരുൺ കുമാർ മിശ്ര. അതേപോലെ UPSCയുടെ നിലവിലെ ചെയർമാൻ ആരാ? മനോജ് സോണി. അതേപോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലത്തെ ആരായിരുന്നു? MR ബൈജു. ഓക്കെ, MR ബൈജു. ഇത്രയും സംഭവങ്ങളൊക്കെ റീസെന്റ് ആയിട്ടുള്ള പഠിച്ചിട്ട് പോണം, ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? അപ്പം ഇത് നമുക്ക് നോക്കിയാലോ. ഉത്തരാഖണ്ഡ്, ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടാണെന്ന് നമ്മൾ പലതവണ കണക്ട് ചെയ്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് ലിപ്പുലയാണ്. ഓക്കെ, ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടാണ്. ഇനി ഇതേ നാത്തൂല കണ്ടോ, ഇത് ഫുള്ള് റിപ്പീറ്റഡ്, നമ്മൾ പറഞ്ഞത് മാത്രം. നാത്തൂല കണ്ടോ, നാത്തൂല എപ്പോഴും സിക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ ഓർത്തു വെക്കും അല്ലെ. സിക്കിം ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് നാത്തൂല ചുരം. ഇനി ഷോജില ആണെങ്കിലോ ശ്രീനഗർ ലേ അല്ലെ. ശ്രീനഗർ ലേ കാർഗിൽ ഡിസ്ട്രിക്റ്റുമായിട്ട്. അപ്പം ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഷോജില ചുരം. ഇനി ഷിപ്കിയിലാണെങ്കിലോ ഹിമാചൽ പ്രദേശ്. ഇത് ഇത്ര എണ്ണം റിപ്പീറ്റഡ് ആണ്, 100+ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കല്, പഠിച്ചോണേ. അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെ? ഹിമാലയൻ നദിയാണ്. ഓക്കെ, അതിവിസ്തൃതമായിട്ടുള്ള വൃഷ്ടിപ്രദേശമാണ്, വാസ്റ്റ് ഏരിയ ആണ് ഒന്നാമത് പറഞ്ഞത്. ശരിയാണ്, ശരി. നോക്കാം. ആഴം കൂടിയ താഴ്വരം സൃഷ്ടിക്കപ്പെടുന്നതില്ല. ഇത് തെറ്റായിട്ടുള്ള ഒരു സംഭവമാണ്, തുടക്കത്തിൽ നമുക്ക് കിട്ടത്തില്ലേ അല്ലെ. ഓക്കെ, സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ടാവുന്നു. ഓക്കെ, റെഡി. ഇനി താരതമ്യേന വിസ്തൃതി കുറഞ്ഞു, അതെങ്ങനെ ശരിയാവുന്നത്? ആദ്യമേ പറഞ്ഞല്ലോ കൂടുതലാണെന്ന്. അപ്പൊ ഇതും തെറ്റ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്, ഓർത്തു വെച്ചോണം. ഓക്കെ, ഈ ഒരു ഡെപ്തിൽ, ഈ ഒരു ലെവലിൽ നമ്മൾ നോക്കത്തില്ല, പക്ഷെ എക്സാമുകളിൽ പോയിരിക്കുമ്പോൾ ഇത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒത്തിരി പേര് ആലോചിക്കും, ഇതെനിക്ക് വന്നിരുന്നെങ്കിൽ. സ്വാഭാവിക ചിന്തകളാണ്. നമ്മൾ അവിടെ പോയിരിക്കുമ്പോൾ നമുക്കത് കിട്ടിക്കോളും അല്ലെ. നേരത്തെ എക്സാം എഴുതിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് റീകളക്ട് ചെയ്ത് നോക്ക്. അങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലെ. ഇനി ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകൾ തോത് ഏതാണ്? മില്യൺ ഷീറ്റുകളുടെ മില്യൺ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ലക്ഷം. അപ്പോഴേ ഇവിടെ കിട്ടി 1:10 lakh ആണ്. 1 10 100,000 10,000 lakh 10 lakh അല്ലെ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പൊ ഇവിടെ എണ്ണി നോക്കിയാൽ തന്നെ കിട്ടത്തില്ലേ? 1:10 ലക്ഷം. നമ്മുടെ ടോപ്പോഗ്രഫിക്കൽ ജോഗ്രഫിക് ഷീറ്റ്സ് ഇല്ലേ, അതിന്റെ റേഷ്യോ ആണ് ഇത് തന്നിട്ടുള്ള 1:10 lakh എന്നുള്ളത്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചാൽ മില്യൺ ഷീറ്റ്. അപ്പൊ 1 മില്യൺ 10 ലക്ഷമാണ്. 1:10 lakh റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ടോപ്പോഗ്രഫിക്കൽ മാപ്സ് ആണ് നമ്മുടെ. ഓക്കെ, ഇനി നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലം ഏതാ? റാബിയാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആണ് ക്രോപ്സ് ചോദിക്കുന്നത്. റാബി വിളകൾ ഏതൊക്കെയാണ് അറിയുമോ? അപ്പൊ ഏതൊക്കെയുണ്ട്? ഗോതമ്പ് അല്ലെ, വാ ഗോപു, കടുക് പറിക്കാം എന്നുള്ള കോഡുകളൊക്കെ ഇല്ലേ.
ഇല്ലേ? ഓർത്ത് വെച്ചോളൂ. ഇപ്പൊ ഗോതമ്പുണ്ട്, പിന്നെ കടുകുണ്ട്, പയറുണ്ട്, എക്സെട്ര ഒക്കെ റാബി വിളയാണ്. ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. സെയ്ദ് ആണെങ്കിൽ എന്താ? വാട്ടർമെലൻ വരും അല്ലെ? പിന്നെ വെജിറ്റബിൾസ് വരും. സെയ്ദ് ക്രോപ്സ് ആണ്. ഖാരിഫ് ആണെങ്കിൽ കാര്യമായ മഴ ഉള്ളപ്പോഴാണ് ഉള്ളത്. കാര്യമായ മഴ എപ്പോഴൊക്കെയാ? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, പിന്നെ ഒക്ടോബർ മുതൽ നവംബർ വരെയോ അല്ലെ? സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പം അത് ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ ജൂൺ മുതൽ നവംബർ വരെയാണ് ഖാരിഫ്. ഏതൊക്കെയാ? നെല്ല്, ചോളം. ഓക്കെ, ഇത് ഇത്ര ഓർത്ത് വെച്ചോളൂ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇതൊക്കെ. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ക്രോപ്സ് എന്നുള്ളത് ഇനി അടുത്ത എക്സാമിന് വരും. LDCക്കും ഷുവർ ആയിട്ടുണ്ടാവും. ഇനി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാക്കുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ഏതാ? ഇടമലക്കുടിയാണ് അല്ലെ? ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്, റീസെന്റ് ആയിട്ടുള്ളതാണ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇടമലക്കുടിയാണ്, ഓർത്ത് വെച്ചോണം. പുറംപണി ഔട്ട്സോഴ്സിംഗുമായി ബന്ധമില്ലാത്തത് എന്താ? ഔട്ട്സോഴ്സിംഗ് എന്താ? നമ്മൾ കേട്ടിട്ടില്ല, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ കോളേജ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ക്യാഷിന് ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ തന്നെ ടെലികോളർ എന്ന് കേട്ടിട്ടില്ലേ? BPO എന്ന് പറയാ ജോലി അല്ലെ? ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണത്. അതായത് നമ്മൾ മറ്റു കമ്പനികളിലൊക്കെ പോയി വെളിരാജ്യത്തെ ക്ലയൻസുമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് വെച്ചോ അല്ലെ? അത് ടെലികോളർ ജോലിയായിട്ടൊക്കെ പോകുന്നത്. ഇത് ഔട്ട്സോഴ്സിംഗ് ആണ്. അതായത് വെളിരാജ്യത്തെ ജോലികൾ നമ്മൾ ഇവിടെ ചെയ്യുക അല്ലെ? അത് എന്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വരും? 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടത്തില്ലേ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അല്ലെ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിലെ ഗ്ലോബലൈസേഷന്റെ ഭാഗമല്ലേ വെളിയിലത്തെ ഒരു രാജ്യത്തിലെ ഒരു ജോലി നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്? ഗ്ലോബലൈസേഷന്റെ ഭാഗമാണ് അല്ലെ? ഇതാണ് ഈ ഔട്ട്സോഴ്സിംഗുമായി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ശരിയാണ്. സേവന മേഖലയാണ് ഈ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് അല്ലെ? ടെലികോളേഴ്സ് ഇതൊക്കെ എന്ന് പറയുന്നത് സർവീസ് സെക്ടർ അല്ലേ? ആണ് അല്ലെ? ഒരു സർവീസ് സെക്ടർ ആണ്. ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണ്, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ ഈ കൂട്ടത്തിൽ ബന്ധപ്പെടാത്തത് ഏതാ? 4 മാത്രമാണ്. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ അല്ലെ? എന്നാൽ ഈ 1991 LPGയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റ് ആയി പഠിക്കണം, ഉണ്ടായിരിക്കും. ഇവിടെ ക്രോപ്സും റിലേറ്റഡ് ഫാക്റ്റും പഠിക്കണം, ഷുവർ ആയിട്ടും ഉണ്ടായിരിക്കും. ഇനി ഏഷ്യൻ ഗെയിംസ് 2023, ഏഷ്യൻ ഗെയിംസ്, JC ഡാനിയൽ, അതേപോലെ നോബൽ പ്രൈസുകൾ ഷുവർ ആയി പഠിക്കണം, ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ 2023 ഇന്ത്യയിലെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഇമ്പോർട്ടന്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്തോണേ ഇതെല്ലാം. എപ്പോഴും ചോദിക്കുന്നുണ്ട്, ഇപ്പൊ മെഡൽ എത്ര കിട്ടി, ഗോൾഡ് എത്ര, സിൽവർ എത്ര എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അല്ലെ? അപ്പം 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലവുമാണ്. അപ്പൊ ഇവിടെ ഇത് ബൈഹാർട്ട് ചെയ്യുന്നതിനുപരി ഏഷ്യൻ ഗെയിംസിൽ നമ്മുടെ സ്കോറുകളും കാര്യങ്ങളും പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത വേദിയും ഇപ്പൊ നടന്ന വേദികളും ഒക്കെ പഠിച്ചു വെച്ചോണം. ഇനി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? ചോട്ടാ നാഗ്പൂർ ആണ് ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം അല്ലെ? അപ്പം ഇന്ത്യയുടെ ധാന്യപ്പുര അറിയാമല്ലോ അല്ലെ? അതേതാ? ഉത്തര മഹാസമതലമാണ്. ഓക്കെ, നോർത്തേൺ പ്ലെയിനുകളാണ്. എന്നാൽ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ചോട്ടാ നാഗ്പൂർ ആണ്. റിപ്പീറ്റഡ് 100 ടൈംസ് പ്ലസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് എന്താണ്? പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധമില്ലാത്തത് 1950 സ്ഥാപിതമായി. ശരിയാ അല്ലെ? നീതി ആയോഗ്, ആസൂത്രണ കമ്മീഷൻ, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ കഴിഞ്ഞ് പിന്നെ വന്നത് എന്താ? നീതി ആയോഗാണ് അല്ലെ? നീതി ആയോഗാണ് പ്ലാനിംഗ് കമ്മീഷൻ വരെ വന്നിട്ടുള്ളത്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ടത്. പ്ലാനിംഗ് കമ്മീഷനിലെ 5 വർഷത്തേക്കുള്ള പ്ലാനുകൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. മൊത്തം 12 പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഫോക്കസ് ചെയ്യുന്നത് എന്തിനാന്ന്? റിപ്പീറ്റഡ് ചോദ്യമാണ്, അഗ്രികൾച്ചർ അല്ലെ? അഗ്രികൾച്ചർ. രണ്ടാമത്തതോ വ്യവസായം, ഇൻഡസ്ട്രീസ്. മൂന്നാമത്തത് ഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടത് അല്ലെ? ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ഇനി 5 ഏറ്റവും പ്രധാനപ്പെട്ടതാ. ഗരീബി ഹട്ടാവോ, ഗരീബി ഹട്ടാവോ, പോവർട്ടി ഇറാഡിക്കേഷൻ, ഇന്ദിരാഗാന്ധി ആയിരുന്നു, ICDS, ഇതൊക്കെ 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി നമ്മുടെ കുടുംബശ്രീയാണ്, സ്ത്രീ ശാക്തീകരണം ജനകീയ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 10ാമത്തത് കേരള മോഡൽ എന്നറിയപ്പെടും. കേരള മോഡൽ എന്നറിയപ്പെടുന്നത് 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, എന്നാൽ ഏറ്റവും വളർച്ചാ നിരക്ക് കൈവരിച്ചത് ഏതാ? 11ാമത്തേലാണ് ഏറ്റവും ഗ്രോത്ത് കൈവരിച്ചതെന്ന് ഓർത്തോണം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ആണെന്ന് ഓർത്തോണം, മറക്കരുത്. അതേപോലെ ഗ്രാമങ്ങളിൽ വൈദ്യുതി, വില്ലേജില് വൈദ്യുതി. ഓക്കെ, അതേപോലെ എന്താ പറയാ, ജെൻഡർ ഇക്വാളിറ്റിയും 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ്. ഇതൊക്കെ ചോദിച്ചു കേട്ടോ. ജെൻഡർ ഇക്വാളിറ്റി 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ്. ഓക്കെ, സ്പീഡിൽ പറഞ്ഞു വിളിക്ക്. അപ്പൊ ഇത്രയും ഞാൻ ഇത്രയും ഫാസ്റ്റ് പറഞ്ഞു വെച്ചാൽ പഠിക്കാൻ നിങ്ങൾ ആരും ചിട്ടി റോബോ അല്ല, ഞാനും അല്ല. സംഭവം ഇതൊന്നുകൂടെ ബാക്ക് അടിച്ചാൽ നിങ്ങൾക്ക് ഇത് കേൾക്കാം. മാക്സിമം റിലേറ്റഡ് കേട്ട് പോവുക, നിങ്ങൾക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ബൈ ഹാർട്ട് ആകും കേട്ടോ. നമ്മുടെ ഒരു പാറ്റേൺ ആണിത്. ഇനി നോക്കിക്കേ, സപ്തർഷി എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടു?
നമ്മുടെ യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടത്. 2023-24 യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടതാന്ന് ഓർത്തോണം കേട്ടോ. സപ്തഋഷി എന്നുള്ളത് യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടതാണ്. റെഡി. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവന, നോക്കിക്കേ, യോജിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സേ ഇല്ല കേട്ടോ. മറക്കല്ലേ, ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല. ഇത് ഉറപ്പായിട്ട് ചോദിക്കും. ഇത് ഇഷ്ടംപോലെ 2022-23 ഇതിലെ ഓരോ സ്റ്റേറ്റ്മെന്റ്സും ചോദിച്ചിട്ടുള്ളത്. ഇതിലെ ഓരോന്നും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് നോക്കാം. നോക്കിയേ, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ? അല്ല, അവിടെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നു. ഇത് വെറുതെ ടിക്കറ്റ്. ഇത് തെറ്റാണ്. ഇത് തന്നെ റിപ്പീറ്റഡ് ആയി 2022-ലും 2023-ലും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അപ്പം 18 വയസ്സിന് മുകളിലായ വോട്ട് ചെയ്യാന്നുള്ള ആ വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ? അല്ല, ഇൻഡയറക്റ്റ് ആയിരുന്നു. പ്രവിശ്യകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു വോട്ട് ചെയ്തത്. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഒന്ന് തെറ്റാന്ന് കണ്ടോ, ഒന്നുള്ളത് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഈ രണ്ടെണ്ണം മാത്രമുണ്ട്. ഓക്കെ. 1946-ലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ശരിയാണ് അല്ലെ? ക്യാബിനറ്റ് മിഷന്റെ ജോലിയായിരുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതകൾ, അത് തെറ്റാണ്. എത്ര? 17 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. 17 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. 17 മലയാളികൾ ഉണ്ടായിരുന്നു അല്ലെ? 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. ചോദിച്ചിട്ടുണ്ട് ആരൊക്കെയത്? അമ്മു, ആനി, ദാക്ഷായണി അല്ലെ? അമ്മു സ്വാമിനാഥൻ, ആനി മസ്കറിൻ, പിന്നെ ദാക്ഷായണി വേലായുധൻ എന്ന 3 പേരായിരുന്നു. ഇത് ഇത്രയും ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? ഓർത്തു വെച്ചോളൂല്ലോ. ഓക്കെ. ഇനി ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 49 നവംബർ 26-നാണ് അംഗീകരിച്ചത്. ശരിയല്ലേ? ആണല്ലോ. ഫൈനൽ ഡ്രാഫ്റ്റ് അംഗീകരിച്ചത് അപ്പോഴല്ലേ? അതുപോലെ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഏക തീയതിയും ഇതല്ലേ? അപ്പം 2ഉം 4ഉം ആണ്. ഇത് മൊത്തം റിപ്പീറ്റഡ് ആണ്. ഇതൊന്നും കളയരുത്. അതാ ഞാൻ പറഞ്ഞത്, അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് മാറി വരും. പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടു, അതിലെല്ലാം ഇങ്ങനെ തന്നെ ഉള്ളത്. ഇനിയും അങ്ങനെ തന്നെ വരും. ഓക്കെ. ഇപ്പൊ ഒത്തിരി പേര് ലിസ്റ്റിലുള്ളതും ലിസ്റ്റിൽ കയറി ജോയിനിങ്ങിന് പോവാന്നൊക്കെ സന്തോഷത്തോടെ അവർ പറയുമ്പോൾ അവർ പറഞ്ഞൊരു സംഭവം ഉണ്ട്. നിരാശയിലായിരുന്നപ്പോ ഈ ഒരു കാര്യം ഞാൻ അവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവും. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇതും റിലേറ്റഡും ആണ് വരുന്നത്. ഇതേപോലെ നമ്മളൊരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ഈ വർഷത്തെ ഉൾപ്പെടെ ഡെയിലി പഠിച്ചു പോകാവും. ഒരു ദിവസം 10 അല്ല, ഒരു ദിവസം 1 വൃത്തിക്ക് പഠിച്ചു പോകാം. നിങ്ങൾക്ക് എക്സാമിന് പോയിരിക്കുമ്പോൾ ഫുൾ സിലബസ് പഠിച്ചു വന്ന് കുളമായിരിക്കുന്ന ഒരാളെക്കാളും അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. ഇനി ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക. യോജിക്കുന്നത് ശരിയാണ്. നാം ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇതിലല്ലേ ആരംഭിക്കുന്നത്? ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അല്ലെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ആമുഖത്തില് ആദർശങ്ങൾ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആമുഖമായി പിന്നീട് മാറുന്നത്. ശരിയല്ലേ? വളരെ ശരിയാണ്. റിപ്പീറ്റഡ് ആണ് ഈ ഒരു ഭാഗം. ഇനി 76-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർത്തു. ശരിയല്ലേ? ആണല്ലോ. 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടും. റിപ്പീറ്റഡ് ചോദ്യമാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടും. മറക്കരുത്. ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് ഒരു തവണ മാത്രമേ ഉള്ളൂ. അത് 42-ാം ഭേദഗതിയിലായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഓർത്തു വെച്ചോണം. പിന്നെ ആമുഖം എന്ന ആശയം കടമെടുത്ത് ഫ്രഞ്ച്. തെറ്റ്. ആമുഖം USA-യിൽ നിന്നാണ് കടമെടുത്തത് അല്ലെ? അപ്പൊ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ഭേദഗതികൾ പഠിക്കേണ്ടത് ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട് ചെയ്തോണേ. 73-ാം ഭേദഗതി, 74-ാം ഭേദഗതി, 86, 52, 91, 102, 104, 106. 106 അറിയാമോ? വനിതകളുടെ സംവരണവുമായി ബന്ധപ്പെട്ടത്. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചോണം. ഓക്കെ. അപ്പൊ ഇതുപോലെ പ്രധാനപ്പെട്ടതെല്ലാം പറഞ്ഞു തരാം. അടുത്ത ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അടുത്തതിലോട്ട് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെ പറ്റി പറയുന്നത്? 1 എന്താ പറയാ, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി അല്ലെ? പാർട്ട് 1-ൽ യൂണിയനും ടെറിട്ടറികളുമാണ് പറയുന്നത്. 2-ലാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത് അല്ലെ? 2-ലാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്. 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് എവിടെ നിന്ന് കടമെടുത്തു? 100 തവണ ചോദിച്ചു. അയർലൻഡ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്ന് നമ്മൾ കടമെടുത്തു? ബിൽ ഓഫ് റൈറ്റ്സ്, USA അല്ലെ? അപ്പൊ നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. നമ്മൾ അത് കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നുമാണ്. അപ്പൊ ഭാഗം 2 സിറ്റിസൺഷിപ്പ് ആണ്. ഒരു 100 തവണ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഭാഗം 3 ആണ്. പക്ഷെ ഭാഗം 2ഉം ചോദിച്ചിട്ടുണ്ട്, ഒട്ടും കുറവല്ല. ഭാഗം 4 ആയിരുന്നു PSCയുടെ ഫേവറേറ്റ് ലാസ്റ്റ് 2 വർഷം. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ ഇത്രയാണ്. ഒന്നുകൂടെ ബാക്ക് അടിച്ച് കേട്ടാൽ സൂപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഭീംറാവു അംബേദ്കർ വിശേഷിപ്പിച്ച ഏത് ആർട്ടിക്കിളിനെ? ആർട്ടിക്കിൾ 32 ആണ് അല്ലെ? ഹൃദയം ആത്മാവ് എന്ന് ഭീംറാവു അംബേദ്കർ വിശേഷിപ്പിച്ച് 32-നെയാണ്. കാരണം എന്താ? ഇത് സുപ്രീം കോടതി തന്നെ റിറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ആണ് 32. എന്നാൽ ഹൈക്കോടതി റിറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ 226 അല്ലെ? ആർട്ടിക്കിൾ 14 എന്തായിരുന്നു? നിയമസമത്വവും പരിരക്ഷയുമാണ് അല്ലെ?
അപ്പം ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമസമത്വമാണ്. ആർട്ടിക്കിൾ 21 എന്താ? റിപ്പീറ്റഡ് ചോദ്യമാണ്. റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ, റൈറ്റ് ടു ലൈഫ്. പിന്നെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ഇതിന് വീട്ടിലൊക്കെ ഡിബേറ്റ് ചെയ്യണേ പറയാം, പക്ഷെ കാര്യമായിട്ട് GK പഠിക്കാൻ വേണ്ടി മാത്രം പറയണം. അപ്പം റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ളത് ആർട്ടിക്കിൾ 21. മറക്കരുത്. റൈറ്റ് ടു പ്രൈവസി ആർട്ടിക്കിൾ 21 ആണ്. എന്റെ സ്വകാര്യതയിൽ ആർക്കും കയറാൻ പറ്റില്ല. അത് ആർട്ടിക്കിൾ 21 എനിക്ക് തരുന്നത് സംരക്ഷണയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വേണം യൂസ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇത് GK ആയിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തോളൂ. ഇനി ആർട്ടിക്കിൾ 19 എന്തായിരുന്നു? റൈറ്റ് ടു ഫ്രീഡം അല്ലെ, ഫ്രീഡം ഓഫ് സ്പീച്ച്. അതേപോലെ വിവരാവകാശ നിയമം, അത് ഏത് ആർട്ടിക്കിളിൽ പറയുന്നത്? 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയും സംഭവങ്ങളും ഇമ്പോർട്ടന്റ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഭാഗത്തുനിന്ന് അല്ലെ പാർട്ട് 3യിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് LDCക്ക് ഇനി വരുന്ന എക്സാമിന് ഷുവർ ആണ്. അടുത്തത് പഞ്ചായത്ത് രാജ് സംവിധാനം. ഇതിന്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ തൊട്ട് താഴത്തെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനത് പറയാൻ മറന്നു പോവാ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ അകത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് എടുത്ത് നമ്മൾ വലിയ വീഡിയോ ആക്കി കണ്ടന്റ് ചെയ്യും. പഞ്ചായത്ത് രാജ് ഈ ചാനലിലെ വീഡിയോസിലുണ്ട്, നിങ്ങൾ കയറി കണ്ടു നോക്കണം. അത് നേരത്തെ എടുത്തതാ. അത് ഈ ഫുൾ സംഭവങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഞ്ചായത്ത് രാജിൽ ഒരു മാർക്ക് മിസ്സാകത്തില്ല. അതേപോലെ ഓരോ ടോപ്പിക്സ് ഇതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത് സെപ്പറേറ്റ് ആയി ചെയ്യും. ഓക്കെ, അപ്പം പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക. നോക്കിയാലോ. അപ്പൊ ഏതൊക്കെയാ? സംസ്ഥാനങ്ങൾ ഗ്രാമപഞ്ചായത്ത് അല്ലെ, ഏറ്റവും ലോവർ ലെവൽ, പിന്നെ മിഡിൽ ഭാഗത്ത് ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ അപ്പർ ജില്ലാ പഞ്ചായത്ത് എന്നീ ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു പഞ്ചായത്ത് രാജ്. ശരിയല്ലേ? പഞ്ചായത്തിന്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ അല്ലെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. പക്ക കറക്റ്റ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള ചുമതല എന്തൊക്കെയാണെന്നറിയാം? ലോക്സഭ അല്ലെ, പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇവിടോട്ടൊക്കെയുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി. എന്നാൽ വോട്ടർ പട്ടിക പഞ്ചായത്തിലേക്ക്, മുനിസിപ്പാലിറ്റി, ഇതിലേക്കൊക്കെയുള്ള ഇലക്ഷൻ എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അത് ബൈഹാർട്ട് ചെയ്യണം. 100 തവണ ചോദിച്ചിട്ടുണ്ട്, അത് ഇനിയും ചോദിക്കും. മറക്കല്ല. മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള ഇലക്ഷൻ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് കേട്ടോ. ലോക്സഭ, പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇങ്ങോട്ടുള്ള ഇലക്ഷൻ ആണെങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാതെ സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. പക്ക അല്ലെ. എന്നാൽ 50% വരെ സീറ്റ് റിസർവേഷൻ ഉള്ളത് കേരളത്തിലുണ്ട് എന്ന് ഓർത്തോണം. അപ്പൊ ഇതിൽ ശരി ഏതൊക്കെയാ? 1, 2, 4. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. താഴെ പറഞ്ഞതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് എന്തോ? ഭരണഘടനാ സ്ഥാപനം എന്നറിയാം, നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് സ്ഥാപനമാണ്. അതാണ് ഭരണഘടനാ സ്ഥാപനം കേട്ടോ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനം അല്ല എന്ന് പറയാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC ഒക്കെ ആർട്ടിക്കിൾ ചോദിച്ച 315 ഓർത്തോണം ഇതിലുണ്ട്. ഓക്കെ. നീതി ആയോഗ് ഭരണഘടനാ സ്ഥാപനം അല്ല കേട്ടോ, ഭരണഘടനാ സ്ഥാപനം അല്ല. പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നതല്ലേ നീതി ആയോഗ് അല്ലെ. അതിന്റെ CEO ആരായിരുന്നു? BVR സുബ്രഹ്മണ്യം. അതിന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻ സുമാൻ പേര് അല്ലെ. ഓക്കെ. തിരഞ്ഞെടുപ്പ് കമ്മീഷനോ? ആർട്ടിക്കിൾ 324 തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്നുണ്ട്. 326 18 വയസ്സായ വോട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അല്ലെ. പിന്നെ അറ്റോർണി ജനറലിനും ഉണ്ട് ആർട്ടിക്കിൾ 72 സംതിങ് ആണ്. നിങ്ങൾക്ക് അത് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഓക്കെ, ശരി. അടുത്ത ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി ഇത് നമ്മൾ പറഞ്ഞു കേട്ടോ സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസ്സാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി, 106ാം അമെന്റ്മെന്റ് നിങ്ങൾ പഠിക്കണം. റീസെന്റ് 91 പഠിക്കണം, റീസെന്റ് ആണ്. 2022 23 ചോദിച്ചിട്ടുള്ളവരാ ഇതൊക്കെ ഓർത്ത് വെച്ചത്. 106 ലേറ്റസ്റ്റ് ആണ്. ഭേദഗതി നിയമത്തിൽ നൽകിയിരിക്കുന്ന പേരെന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം. അപ്പം ഇത് ഓർത്ത് വെച്ചോണേ. നാരി ശക്തി ഇമ്പോർട്ടന്റ് ആണ്. നാരി ശക്തി വന്ദൻ ഇതുകൂടെ ഓർത്തോണേ. നാരി ശക്തി വന്ദൻ 106, നാരി ശക്തി വന്ദൻ 106, നാരി ശക്തി വന്ദൻ 106. 106ൽ നിന്ന് ഇനി ചോദ്യങ്ങൾ ഉണ്ടാകും കേട്ടോ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? ഗവർണറാണ് അല്ലെ. എന്നാൽ ഇവരെ റിമൂവ് ചെയ്യാൻ അധികാരം പ്രസിഡന്റിനെ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്ര? 315 ആണ്. ഇനി നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ നിങ്ങൾ ഓർത്ത് വെച്ചോണേ. നോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളടുത്ത് പറയാനാ. 662. ഓക്കെ.
സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ, അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ. എന്നാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആണെങ്കിലോ 6.65 ഇത് രണ്ടും ചോദിക്കുന്നുണ്ട്, ഇനിയും ചോദിക്കും. അപ്പം സംസ്ഥാനങ്ങളിൽ 6.62 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിൽ 6.65. ഓക്കെ, അപ്പം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ റിമൂവ് ചെയ്യാൻ അധികാരം പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തോണം. അതേപോലെ റിപ്പീറ്റഡ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1936, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 1956. ഇത്രയാണ് ഓർത്തു വെച്ചോളൂല്ലോ. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു 100ഓളം ചോദ്യങ്ങൾ നമ്മൾ 2021 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള മാരത്തോൺ ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ അതാ വരുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തോണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മാരത്തോൺസ് ആയിട്ട് ഓരോ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാനാണ് എന്റെ ഉദ്ദേശം. ഇത്തവണ റിസൾട്ട് വരുമ്പോൾ യൂട്യൂബിൽ തന്നെ മാക്സിമം എല്ലാ സബ്ജക്റ്റിന്റെ മാരത്തോണിലൂടെ കിട്ടിയിട്ടുള്ളവർ നമ്മുടെ ചാനലിൽ നിന്നായിരിക്കണം എന്നുള്ള ആവേശവും ആഗ്രഹവും എല്ലാം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെടും. നിങ്ങൾ കണ്ടാൽ മാത്രം മതി. വീഡിയോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ബൈ ഹാർട്ട് ആയിരിക്കും. പഠിപ്പിക്കുന്ന വേറൊരു മെത്തേഡ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ റിലേറ്റഡ് പറഞ്ഞു പോകുന്നത് ഇച്ചിരി ഫാസ്റ്റ് ആണ്, അത് ഒരു വേറെ മെത്തേഡാണ് കേട്ടോ. ഇനി മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവപ്പെടുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അവരുടെ ഭവനങ്ങളിൽ അല്ലെ ബന്ധുക്കളുടെ ഭവനങ്ങൾക്ക് താമസിക്കുമ്പോൾ അവർക്കുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ട പദ്ധതി ഇതിലേതാ? സ്നേഹപൂർവമാണ്. ഓക്കെ, അപ്പം മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടു അല്ലെ ഒരാൾ നഷ്ടപ്പെട്ടു അല്ലെ ബന്ധുക്കളുടെ വീട്ടിലായിട്ട് താമസിക്കുവാണ് അവരെങ്കിൽ അത് സ്നേഹപൂർവ്വം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാ. ഓക്കെ, സ്നേഹപൂർവമാണ്, സ്നേഹപൂർവം. എന്നാൽ സ്പർശം എന്തായിരുന്നു? സ്നേഹസ്പർശം എന്തായിരുന്നു? അൺമാരീഡ് ആയിട്ടുള്ള അമ്മമാര് അല്ലെ അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ടതാണ് സ്നേഹസ്പർശം. ഓക്കെ, സ്നേഹസ്വാതന്ത്ര്യം എന്തായിരുന്നു? എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടതാണ്. സ്നേഹസ്വാതന്ത്ര്യം എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടതാ. താലോലമാണെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മാരക രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട സ്കീമാണ് താലോലം. ഓക്കെ, നമ്മൾ അടുത്ത കേരള ഗവർണൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ സ്കീമുകളും എല്ലാം ഇതെല്ലാം അത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അത് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇനി കേരള ഗവർണൻസ് കഷ്ടപ്പെട്ട് പഠിക്കണ്ട, ഇഷ്ടപ്പെട്ട് തന്നെ വൃത്തിക്ക് ലൈവായിട്ട് പഠിക്കാം കേട്ടോ. താഴെ പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാ? കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകമാണ് അയൽക്കൂട്ടം അല്ലെ നെയ്ബർഹുഡ് ഗ്രൂപ്പ്. അയൽക്കൂട്ടം അല്ലെ ഏറ്റവും അടിസ്ഥാന ഘടകം. ഏറ്റവും താഴ്ത്തട്ടിലുള്ളത് ഏതാ? അയൽക്കൂട്ടമാണ്. ഇനി വാർഡ് തലത്തിലെ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഏത് വരും? ADS വരും അല്ലെ, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. അപ്പം ആദ്യം നെയ്ബർഹുഡ് ഗ്രൂപ്പ്, പിന്നെ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, ഇങ്ങനെ പോവുമല്ലേ. അപ്പൊ ഏറ്റവും അടിസ്ഥാന ഘടകം ഏതാ? അയൽക്കൂട്ടമാണ് അല്ലെ. പിന്നെ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. ഇനി കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായിട്ട് സാമ്പത്തിക പദ്ധതിയുണ്ട്. മൈക്രോ ഫിനാൻസ് പദ്ധതി കുടുംബശ്രീയിലുണ്ട്. മൈക്രോ ഫിനാൻസ് പദ്ധതി കുടുംബശ്രീയിലുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ശരിയല്ലേ? ഈ കുടുംബശ്രീ തുടങ്ങിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഏത് വർഷമാണ്? എവിടെയാണ്? ആ സമയത്തെ എന്താ പറയാ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി ആരായിരുന്നു? ഇപ്പോഴത്തെ ആരാണ്? ഇതൊക്കെ പഠിച്ചു വെക്കണം നിങ്ങൾ. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. റിപ്പീറ്റഡ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് എന്താ? ഇവയെല്ലാമാണ്. റെഡി? ഇനി കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? മുതലക്കണ്ണീർ എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ട് ചിലവർക്ക് കരയാൻ വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാകത്തില്ലേ? അപ്പൊ കള്ളക്കണ്ണീരാണ്. ലൈയിങ്, ഷീസ് ലൈയിങ് അല്ലെ ഹീസ് ലൈയിങ് എന്ന് പറയുമ്പോൾ ലൈസോസോംസ് ഓർത്ത് വെച്ചോണം. അപ്പൊ കണ്ണീരുമായി ബന്ധപ്പെട്ട ലൈസോസോംസ് ആണ്. കണ്ണീരുമായി ബന്ധപ്പെട്ട ലൈസോസോം. കള്ളക്കണ്ണീര് ലൈങ് അല്ലെ, ലൈങ്, ഷീസ് ലൈങ് അല്ലെ ഹീസ് ലൈങ് എന്ന് പറയുമ്പോൾ മുതലക്കണ്ണീർ ഒക്കെ പറയുമ്പോൾ ഓർത്തോണം കണ്ണീരിൽ അടങ്ങിയ രാസാഗ്നി ലൈസോസോംസ് ആണെന്ന് ഓർത്തോണം. ലൈസോസോംസ്. ഇനി ഓട്ടിസം ബാധിച്ചവരുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാ? സ്പെക്ട്രം ആണ്. ഇതൊക്കെ നമ്മുടെ ആ കേരള ഗവർണൻസിൽ വരും കേട്ടോ. ഇത് സ്പെക്ട്രം ആണെന്ന് ഓർത്തോണം. ഓക്കെ, ഇനി സ്നേഹപൂർവ്വം ഓർമ്മയുണ്ടോ? ഇച്ചിരി മുമ്പ് നമ്മൾ പറഞ്ഞതാ അല്ലെ, മാതാപിതാക്കൾ ഒരാളോ രണ്ടുപേരോ മരണപ്പെട്ടു, സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ മറ്റു കുടുംബക്കാരുടെ വീട്ടിലോ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ധനസഹായമാണ് സ്നേഹപൂർവ്വം. ഓർത്തു വെച്ചോണം അല്ലെ. സ്നേഹസ്പർശം എന്തായിരുന്നു? അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയുള്ളത്. ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത സ്കീംസ് ഒക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി ചിപ്കോ പ്രസ്ഥാനം പോലെ തന്നെ അല്ലെ അപ്പിക്കോ അല്ലെ, അപ്പിക്കോ മൂവ്മെന്റ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാ? കർണാടകയാണ് അല്ലെ. കർണാടകയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അപ്പിക്കോ പ്രസ്ഥാനം. അപ്പം അപ്പിക്കോ പ്രസ്ഥാനം 1983 പാണ്ഡുരാഗ് ഹെഗ്ഡെ ആണ്. ഓക്കെ, പാണ്ഡുരാഗ് ഹെഗ്ഡെ ആണെന്ന് ഓർത്തു വെച്ചോണം അല്ലെ. ചിപ്കോ പ്രസ്ഥാനമോ 1973 സുന്ദർലാൽ ബഹുഗുണ അല്ലെ. ഈ
ചിപ്കോ ആണെങ്കിൽ ഉത്തർപ്രദേശ് ആണ് അല്ലെ. ചിപ്കോ പ്രസ്ഥാനം ഉത്തർപ്രദേശ്, സുന്ദർലാൽ ബഹുഗുണ 1973. അപ്പിക്കോ പ്രസ്ഥാനമാണെങ്കിൽ കർണാടക 1983. പാണ്ഡുരാഗ് ഹെഗ്ഡെയാണ്. പാണ്ഡുരാഗ് ഹെഗ്ഡെയാണ്. ഓർത്ത് വെച്ചോണം. ഇത് റിപ്പീറ്റഡ് ആണ്. ഇത് രണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ച് സിമ്പിൾ അല്ലേ. ഫാറ്റി ലിവർ ആണ്, പ്രമേയമാണ്. ഹീമോഫീലിയ അല്ല, തെറ്റ്. അപ്പൊ മൂന്നുള്ളതെല്ലാം ക്യാൻസൽ ചെയ്യാം. ഇത് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് 3. അപ്പം ഓഡ് വൺ ഔട്ട്. ഇത് എലിമിനേഷൻ മെത്തേഡാണ്. എലിമിനേഷൻ മെത്തേഡ് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാന്നുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്തു തരാം. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു പോകുമ്പോഴും പറഞ്ഞു തരാം കേട്ടോ. ഇനി കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? കോൺവെക്സുമായി ബന്ധപ്പെട്ടത് നമുക്ക് നോക്കിയാലോ. വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. തെറ്റല്ലേ അല്ലെ. ഈ കോൺവെക്സ് മിറേഴ്സ് നിങ്ങൾക്ക് അറിയാമോ, നമ്മൾ റിയർ വ്യൂ മിറേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുള്ളത് ഇല്ലേ. ഇനി മുതൽ വണ്ടി കാണുമ്പോഴോ വണ്ടി ഉപയോഗിക്കുമ്പോഴോ ഒരു GK പ്രാക്ടിക്കൽ ആയിട്ട് ഓർത്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പൊ ഒരു റിയർ വ്യൂ മിറർ വഴി നമ്മൾ നോക്കുവാണെങ്കിൽ ഓർത്തോണം, ഇത് കോൺവെക്സ് ആണ് കേട്ടോ. കോൺവെക്സ് മിറർ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത്. അപ്പൊ വണ്ടിയൊക്കെ ഓടിക്കുന്നതുകൊണ്ട് ഇത് കൂടുതലായിട്ട് ഫെമിലിയർ ആയാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾ എന്തായാലും വണ്ടി ഒരു ദിവസമെങ്കിലും കാണും, ഇല്ല കയറും, ഇല്ല 2 ദിവസത്തിലേലും. അപ്പൊ ഓർത്തണോ, ഇത് ആ മിറർ കോൺവെക്സ് മിറർ ആണ് കേട്ടോ. കോൺവെക്സ് മിറർ ആണ് ഇത് എന്ന് ഓർത്തത് ഈ GK ഇവിടെ കിട്ടും. ശരിയല്ലേ. അപ്പൊ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. ഈ പ്രതിബിംബം എപ്പോഴും മുഖ്യ ഫോക്കസിൽ പോളിനും ഇടയിൽ രൂപപ്പെടുന്നു. ഓക്കെ, 2, 3 ശരിയായിട്ടുള്ളത്. റെഡി. ഇനി ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷേപ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതെന്ന് കണ്ടെത്തുക. നമുക്ക് നോക്കാം ഏതൊക്കെയാ. വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. ശരിയല്ലേ. ഇനി പ്ലവക്ഷേപ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ആണല്ലോ അല്ലെ. ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കും. ഇവയെല്ലാം ശരിയാണ് അല്ലെ. ഇതേപോലെ ഇവിടെ സ്ഥിരമായി ചോദിക്കുന്ന ഒരെണ്ണമാണ് ഹൈഡ്രോളിക് പ്രസ്സിലൊക്കെ ഏത് ലോ വരും എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. പാസ്കൽ ലോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആ, റിപ്പീറ്റഡ് ആണ്. ഇതും ഇതുപോലെ റിപ്പീറ്റഡ് ആണ്. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. നിങ്ങൾ ഇത് അതേപോലെ 3 ബൈഹാർട്ട് ചെയ്ത് 3 ശരിയാണ്. ഓക്കെ, എന്നാൽ ഈ 2024 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, എക്സൈസ് ഇൻസ്പെക്ടറിന്റെ. അതിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഒരു സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്ത 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നൊരു സ്റ്റേറ്റ്മെന്റ് അതിലുണ്ട് അല്ലെ. US, ചൈന, റഷ്യ. ഓർഡർ കറക്റ്റ് ആയിരിക്കത്തില്ല. 4ാമതാണ് ഇന്ത്യ എന്തായാലും അല്ലെ. എന്നാൽ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. അതും ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇത് അതിന്റെ ബാക്കി. ചന്ദ്രയാൻ 3 ജൂലൈ 14 ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 5 ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു അല്ലെ. എന്നാല് ഓഗസ്റ്റ് 23 വെരി വെരി ഇമ്പോർട്ടന്റ് ലാൻഡ് ചെയ്തു. ഓഗസ്റ്റ് 23. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഇത് ബൈഹാർട്ട് ചെയ്യണം. ജൂലൈ 14, ഓഗസ്റ്റ് 5, പിന്നെ ഓഗസ്റ്റ് 23. ജൂലൈ 14, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 20. ജൂലൈ 14, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 23. ജൂലൈ 14, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 23 അടുപ്പിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലോഞ്ച് ചെയ്തു അല്ലെ. എന്താ പറയാ, അറ്റ്മോസ്ഫിയറിൽ എത്തി അല്ലെങ്കിൽ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. അറ്റ്മോസ്ഫിയറിലെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. എന്നാൽ 3ാമത്തെ എത്തിച്ചേർന്നു അല്ലെ. ജൂലൈ 14, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 23. ഇങ്ങനെ ഓർത്ത് പഠിക്കണം കേട്ടോ. ഇനി X എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകൾ ഉണ്ട്. ആ മൂലകത്തിന്റെ ബാഹ്യാത്മക ഷെല്ലിന്റെ 1 ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിൽ ഉൾപ്പെടും. ഏതിൽ വിടും? 3ാമത്തെ പീരീഡ്, 1ാമത്തെ ഗ്രൂപ്പ്. പീരിയോഡിക് ടേബിളിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരും. അതിന്റെ അകത്ത് ഫുൾ ടേബിൾ കാണിച്ച് വിത്ത് ഗ്രാഫിക്സ് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുക. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പീരിയോഡിക് ടേബിൾ റിവൈസ് പോലും ചെയ്യത്തില്ല. അത്ര സൂപ്പർ ആക്കി തരും. ഒട്ടും ബോറടിക്കത്തില്ല. ഓക്കെ, ലാഫിംഗ് ഗ്യാസ് ഒക്കെ അതിന്റെ അകത്ത് വീഡിയോയിൽ കൊണ്ടുവരാം പോരെ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഏത് ടോപ്പിക് വേണം കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. പൊട്ടത്തെറ്റല്ലേ. വളരെ ഗ്യാപ്പ് കൂടുതലല്ലേ. ഫ്രീ ആയിട്ടല്ല നടക്കുക. അപ്പൊ വളരെ കൂടുതലാണ്. അപ്പോഴേ 1 തെറ്റാ. 1 ക്യാൻസൽ ചെയ്താ എല്ലാം ശരി എന്ന് പറഞ്ഞാൽ 1, 2, 3 അല്ലേ. അപ്പൊ എല്ലാം ശരിയാകുമ്പോ ഇതും പോയി. അപ്പോഴേ ഇത് കിട്ടി. ഇനി ശരി ഒന്ന് വായിച്ച് പഠിക്കാം. വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. ആണല്ലോ, ഊർജം വളരെ കൂടുതലായതുകൊണ്ടാണ് ഓടി നടക്കുന്നത്. വളരെ ഗ്യാപ്പും കൂടുതലാണ്. ഇനി തന്മാത്രകളുടെ കൂട്ടുമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവം ഉള്ളത് കൊണ്ട് ഊർജം നഷ്ടം സംഭവിക്കുന്നില്ല എന്നുള്ളതും ബൈഹാർട്ട് ചെയ്തോണം. ഇലാസ്തിക സ്വഭാവം ഉള്ളത് കൊണ്ട് എനർജി ലോസ് ഉണ്ടാവുന്നില്ല. വളരെ ഗ്യാപ്പിലാണ് എനർജി ഓടി കളിച്ച് നടക്കുവാണ് എന്നോർത്തോണം ഗ്യാസ് ഫോം. ഓക്കെ, ഇനി 2024 രസതന്ത്രം. അപ്പൊ നോബൽ പ്രൈസ് പഠിക്കാൻ മറക്കരുത്. ഓക്കെ, നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടു? ഏത് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്? ക്വാണ്ടം ഡോട്ടുകൾ അല്ലെ. ക്വാണ്ടം ഡോട്ടുകളാണ്.
അപ്പം ഈ നോബൽ പ്രൈസസ് പഠിക്കാതെ എക്സാം എഴുതാൻ പോകല്ലോ, മറക്കല്ല. നോബൽ പ്രൈസിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യാവുന്ന ചെയ്തു തരാം. നോബൽ പ്രൈസുകൾ, അവാർഡുകൾ നിങ്ങൾ പഠിക്കണം. നോബൽ പ്രൈസ് ഞാൻ ചെയ്തു തരാം, പീരിയോഡിക് ടേബിളും ചെയ്തു തരാം. അടുത്ത വരാൻ പോകുന്ന കേരള ഗവേൺസിന്റെ മാരത്തോൺ ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്? പോക്സോ നിയമപ്രകാരം കുട്ടിയായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരെയാണ് അറിയാം? ഓക്കെ, ആ 12 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ്. ഓക്കെ, ഇനി പോക്സോ സോറി എന്തോ മണ്ടത്തര പറഞ്ഞേ. ഓക്കെ, പോക്സോ നിയമപ്രകാരം 14 വയസ്സ് താഴെയുള്ള ഏതൊരു വ്യക്തിയാണ്? 12ഓ? ആ, സാരമില്ല, ഇടയ്ക്ക് എറർ കയറി വരുന്നതാന്ന് ഓർത്താൽ മതി. ഞാൻ ആരോഗ്യം ചെയ്തു, ഇതുവരെ പറഞ്ഞു പോയിട്ട് ഇതുവരെ ഒന്നും എന്താ തെറ്റിയില്ലല്ലോ. അത് തെറ്റിയായിരുന്നോ? ഇല്ലേ തന്നെ ഇവിടെ കേട് തീർന്നേ. പോക്സോ നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ളവർ അല്ലെ, 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടിയായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ ഇതുപോലെ ഒരു ചോദ്യങ്ങളുണ്ട്, ബാലവേല. ബാലവേലയുടെ കാര്യത്തിൽ കണക്കാക്കുമ്പോൾ കുട്ടിയുടെ പ്രായം എത്രയാന്ന് ചോദിച്ചാൽ 14 എന്നാൽ പോക്സോ നിയമപ്രകാരമാണെങ്കിൽ 18 ഓർത്തോണം. ഓക്കെ, അപ്പൊ 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ് പോക്സോ നിയമപ്രകാരം കുട്ടിയായിട്ട് കണക്കാക്കുന്നത്. ഇനി 2012 പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഈ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട റിപ്പീറ്റഡ് ചോദ്യം 3 വർഷമായിട്ട് നല്ലപോലെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം 2012 പോക്സോ നിയമത്തിലെ സെക്ഷൻ 4. ഓക്കെ, നോക്കിക്കേ, ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നത് സെക്ഷൻ 4. ഓക്കെ, ശിക്ഷയെ പറ്റി പറയുന്നത് സെക്ഷൻ 4. സിമ്പിൾ ആയി ഇതിന്റെ അതെല്ലാം പഠിച്ചു പോകാൻ വേണ്ടി നമുക്കൊരു സെപ്പറേറ്റ് ക്ലാസ് എടുക്കാം. കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്തതിനുള്ള ശിക്ഷ എന്താണ്? ഇത് ഇത്രയും ഡെപ്ത് നിങ്ങൾക്ക് ചോദിക്കത്തില്ല, പക്ഷെ എന്നാലും ഞാനൊന്ന് ആഡ് ചെയ്തത് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും. അപ്പം കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ. അപ്പൊ നിങ്ങളൊന്ന് ഓർത്താൽ മതി, നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും സിസ്റ്റത്തിലോ മറ്റു ഫോണിലോ വേണ്ടി നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നു, ഇല്ലേ? സ്വാഭാവിക സംഭവങ്ങളാണ്. അതേപോലെ നിങ്ങളുടെ സിസ്റ്റം ഹാക്ക് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ ചോർത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ലൈവായിട്ട് ആൾക്കാർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അറിഞ്ഞാൽ, അങ്ങനെ സിനാറിയോയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമാണ് 3 വർഷം തടവ്, 2 ലക്ഷം രൂപ പിഴ, അല്ലെ രണ്ടും ഉണ്ട്. അപ്പൊ ഇത് പ്രാക്ടിക്കലി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ സാഹചര്യം വരണമെന്നല്ല, ഒരു മൈൻഡിൽ ഒരു സിമുലേഷൻ ഇട്ടിട്ട് ഇതാണ് ശിക്ഷ എന്നൊരാൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, അല്ലെ? നിങ്ങളുടെ ഒരാൾ സഹായമായിട്ട് വരുമ്പോൾ നിങ്ങൾ പറയും അതൊന്നും പറ്റത്തില്ല, അത് പ്രശ്നമാകുന്ന കാര്യമാണ്. 3 വർഷം പിഴയും, സോറി എന്തായി പറയാം, 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ഇതിൻ്റെത് എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ബൈക്കിലോ കാറിലോ ഒക്കെ പോകുമ്പോൾ കോൺവെക്സ് മിറർ അല്ലെ റിയർ വ്യൂ മിറർ, അതേപോലെ ഹാക്ക് ചെയ്യാൻ നിൽക്കല്ലേ, പണി കിട്ടും, 3 വർഷം തടവ് 2 ലക്ഷം രൂപ അല്ലെ രണ്ടും ഉണ്ട് എന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അത് സെറ്റാ. മനസ്സിലായോ? GK പ്രാക്ടിക്കലി ഉപയോഗിക്കണേ. മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്ന പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യം എന്താണ്? പറഞ്ഞിട്ട് ചെയ്യുന്നില്ല അല്ലെ, മുൻകൂറായിട്ട് പറയാതെ ചെയ്യുന്നത് 66 ആണ്, ഹാക്കിങ്ങിൽ വരുന്നതാണ് ഇത്. ഓക്കെ, 66 ആണ്, ഹാക്കിങ്ങിൽ വരുന്നതാണ് ഇത്. അപ്പം 66 ഓർത്ത് വെച്ചോണം. ഈ 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? അല്ലെ, വിവരങ്ങളിൽ ലോഗ് ബുക്ക് ഉൾപ്പെടും, അല്ലെ? പ്രൈം മിനിസ്റ്റർ ഓഫീസ് ഉൾപ്പെടും, 2023 ചോദിച്ചു. ചീഫ് മിനിസ്റ്റർ ഓഫീസ് ഉൾപ്പെടും, സർക്കുലറുകൾ ഉൾപ്പെടും, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡേറ്റകൾ ഉൾപ്പെടും, മെമ്മോകൾ ഉൾപ്പെടും, എക്സെട്ര എക്സെട്ര. പൊതുവെ അതുമാത്രമല്ല, ഈ നമ്മുടെ ഡിഫൻസ് ഫോഴ്സുകളിലെ ഒരു വിവരങ്ങളും കിട്ടത്തില്ല, അതേപോലെ റിസർച്ച് വിങ്ങിലത്തെ ഒരു വിവരങ്ങളും കിട്ടത്തില്ല. പക്ഷേ അവിടെ ഓക്കെ മനുഷ്യാവകാശ ലംഘനം നടന്നു അല്ലെ അഴിമതി നടന്നു എന്നുള്ള കേസുകളിൽ മാത്രം അവിടെ നിന്നുള്ള വിവരവും കിട്ടും. ഇതെല്ലാം ചോദ്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ പ്രോസസ് സമയത്തെ നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക എന്നുള്ള വിവരങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ, റെഡി, ബാക്കി എല്ലാ വിവരങ്ങളിൽ ഉൾപ്പെടും. ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 8 വരുന്നുണ്ടല്ലോ, അതെ, സെക്ഷൻ 8 ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. വിവരാവകാശ നിയമത്തിൽ 2005 സെക്ഷൻ 8 പ്രകാരം ഓക്കെ സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ സെക്ഷൻ 8ഉം 9ഉം ഇതാണ് സംഭവം കേട്ടോ, ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതാണ് സെക്ഷൻ 8ഉം 9ഉം. റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടത് സെക്ഷൻ 8ഉം 9ഉം. നോക്കിക്കോ, ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. ഇത് നോക്കിക്കേ, ഏതാ ഇതില ഈ പ്രസ്താവന ശരിയാണ്? ഇതൊരു പ്രത്യേകതരം ചോദ്യമായി പോയല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏതൊക്കെയാണ് 2022, 23, 24 ചോദിച്ചതെന്നും അതിന് റിലേറ്റഡ് ഫാക്റ്റുകളോ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് ഇച്ചിരി ഫാസ്റ്റ് ആണ്, ശരിയാ. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നുകൂടെ കാണണം, ഇതൊന്നുകൂടെ കണ്ട് തറവാക്കി പൊക്കോ. അപ്പൊ നിങ്ങൾക്ക് ഒരു വാസ്റ്റ് ഏരിയ കിട്ടും. ഏതൊക്കെയാ ചോദിക്കും? ഖാരിഫ് ക്രോപ്സ് ചോദിക്കും, അതേപോലെ ഉത്തരപർവ്വത മേഖല ചോദിക്കാറുണ്ട്, ഹിമാലയൻ നദികൾ സ്ഥിരം ചോദിക്കാറുണ്ട്, ഓക്സ് ചോദിക്കാറുണ്ട്, നീതി ആയോഗ് ചോദിക്കാറുണ്ട്, GST ചോദിക്കാറുണ്ട്, പീരിയോഡിക് ടേബിൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം, ഒരു 10-30 എണ്ണം വരുന്നത്. അതും റിലേറ്റഡ് പഠിച്ചാൽ തന്നെ 30 മാർക്ക് അവിടെ കിട്ടുക. അപ്പോ ഫാസ്റ്റ് ആയിരുന്നു, ബിഗിനേഴ്സിന് അത് പ്രശ്നമാണ്, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഇന്നലെ നാളെ ഈ ലെവലിലോട്ട് എത്തും, അതുകൊണ്ട് ആദ്യം തൊട്ട് ഒന്നുകൂടെ കാണണം. ഇനി
ഇതുമായി ബന്ധപ്പെട്ട് ഏത് ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ബാക്കി വീഡിയോസ് കാണുക, സെറ്റ് ആയി വരിക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.